قال النبي صلى الله عليه وسلم من صلى علي واحدا صلى الله عليه عشرا. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. واعلموا أمة سيدنا محمد صلى الله عليه وسلم. പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഉമറാക്കൾ, നമ്മുടെ മഹല്ലത്തിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഉപദേശക സമിതി അംഗങ്ങൾ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ വേദിയിൽ സദസ്സിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ മുത്തനൂര് തങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തി. അദ്ദേഹം ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ഒരു അല്പസമയത്തിനകം നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരും. തങ്ങൾ വന്നാൽ ഒരല്പം നസീഹത്ത് ചെയ്ത് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. ആദ്യമായി ഓർമ്മ വരുന്നത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر. ഇദാ ജാഅ നസ്റുല്ലാഹി, അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, വൽ ഫത്ഹു, വലിയ വിജയങ്ങൾ നമ്മുടെ വിഷയങ്ങളിൽ അല്ലാഹു നൽകി കഴിഞ്ഞാൽ, അങ്ങനെ വന്നാൽ നബിയെ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. ഖാലിഖായ റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെ മുന്നിൽ നമ്മൾ ഒരിക്കലും അഹങ്കാരികളാവാതെ നബിയെ തങ്ങൾ ഫസബ്ബിഹ്, ഖാലിഖായ റബ്ബിന് തസ്ബീഹിലാവുക, അല്ലാഹുവിനോട് പാപമോചനം തേടുക. ഇതാണ് വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മഹല്ലത്തിൽ, നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ അല്ലാഹു വിജയങ്ങൾ നൽകുമ്പോൾ അവിടെ ഖാലിഖായ റബ്ബിലേക്ക് നമ്മൾ തിരിയുകയും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലാൻ, അവനിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് നമുക്ക് അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലേണ്ടുന്നൊരു സമയമാണ്. കാരണം കഴിഞ്ഞ മജ്ലിസിലാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ഇവിടെ ഒരു ഡ്രസ് വർക്ക് ചെയ്യണമെന്ന പദ്ധതി ആലോചിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. അൽഹംദുലില്ലാഹ്, തൊട്ടടുത്ത മജ്ലിസ് ആകുമ്പോൾ അതിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായി. അതിൽ സംബന്ധിക്കാനും അത് ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം തോന്നുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ മറ്റൊരു സന്തോഷം, നമ്മുടെ മഹല്ലത്തിന് ദീർഘകാലം ഇവിടെ നേതൃത്വം നൽകുകയും ഇവിടെ പള്ളികളിലൊക്കെ എല്ലാ സമയത്തും ജമാഅത്തിനൊക്കെ വന്നിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി, അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, ശിഫാ നൽകുമാറാവട്ടെ. സ്വന്തം റൂമിൽ നിന്ന് ഒന്ന് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ആ സദസ്സിൽ വരണം. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്,
ഡ്രസ് വർക്ക് പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ കൂടെ അദ്ദേഹം അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടെ അദ്ദേഹം നമ്മുടെ സദസ്സിൽ പങ്കെടുക്കുന്നു എന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. പ്രായമുള്ള, ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ധാരാളം ആലിമീങ്ങളെയും ഉമറായിനെയും ബന്ധപ്പെടുകയും സഹായിക്കുകയും അവരോടൊക്കെ ഒത്താശകൾ ചെയ്ത് പ്രായമേറിയിട്ടും അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള ആ ഒരു അനുകമ്പ മാറാതെ ഇപ്പോഴും ആ ഒരു ആവേശം അള്ളാഹു തആല നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, ശിഫാ നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് ഈ ഡ്രസ് വർക്ക് നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അൽഹംദുലില്ലാ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്കത് അള്ളാഹു തആല അത് സാധിപ്പിച്ചു തന്നു എന്നത് ഖാലിഖായ റബ്ബിനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവുകയില്ല. ഇത് വിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദുകൾ എല്ലായിടത്തും വ്യാപകമായി ആചരിക്കപ്പെടുന്ന, കൊണ്ടാടപ്പെടുന്ന സന്ദർഭമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, തിങ്കളാഴ്ച തങ്ങൾ പ്രത്യേകം നോമ്പെടുക്കുന്നുണ്ടല്ലോ, പ്രത്യേകം സുന്നത്താണ് തിങ്കളാഴ്ച രാവ് നോമ്പെടുക്കുന്നത്. അതിന്റെ കാരണം ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി, ഫീ വുലിത്തു സ്വഹാബ, ആ തിങ്കളാഴ്ച രാവാണ് എനിക്ക് ജനനമുണ്ടായത്, എന്നെ ജനിപ്പിക്കപ്പെട്ടത്, ഈ ലോകത്തേക്ക് ഞാൻ ഭൂജാതനായത് തിങ്കളാഴ്ച രാവാണ്. അപ്പൊ ആയതുകൊണ്ട് തിങ്കളാഴ്ച പകലിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ വരുമ്പോൾ എന്തിനാണ് റസൂലുള്ളാഹിനെ പ്രത്യേകം ആചരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ എന്തിനാണ് പ്രത്യേകം മൗലിദ് കൊണ്ടാടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും നോക്കൂ, എല്ലാ തിങ്കളാഴ്ചയും ആ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, ആ റബ്ബ് നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ നൽകിയതിനുള്ള ശുക്റായി നമ്മൾ നോമ്പെടുക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും. അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ എത്ര ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ നമ്മുടെ അബൂബക്കർ ഹാജി എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്താദെ, ഞാൻ തിങ്കളാഴ്ചയും വേഴ്ചയൊക്കെ നോമ്പെടുക്കാറുണ്ട്, എനിക്ക് നോമ്പെടുത്ത് വിട പറയണമെന്നാണ് ആഗ്രഹം. നമ്മളിത് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് വലിയ താല്പര്യം ഉണ്ടാവില്ല പറയുന്നത്, പക്ഷേ ദുആ കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് ഒളൂയിലായിട്ട് തിങ്കളാഴ്ചയോ വ്യാഴ്ചയോ വിട പറയണം, വെള്ളിയാഴ്ചയോ വിട പറയണം. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, സലാമത്ത് നൽകുമാറാവട്ടെ. നോമ്പുകാരനായി വിട പറയാൻ അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അതിനുള്ള ഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നല്ല, ഞാൻ ഒരു റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുപോയി. എന്നോട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഞാനും സെക്രട്ടറി സാക്ഷിയാണ്. ഞങ്ങളോട് പറഞ്ഞ അടുത്ത വെള്ളിയാഴ്ചയാണ് ഏകദേശം ഞാൻ കണ്ട ദിവസം. എന്തിന്? വീട് കൂടാനല്ല, പരക്ക് കുറ്റിയടിക്കാനല്ല, കട ഉദ്ഘാടനം ചെയ്യാനല്ല, മകളെ വിവാഹത്തിനല്ല, എനിക്ക് വിട പറയാൻ, മരിക്കാൻ ഞാൻ കണ്ട ദിവസം അടുത്ത വെള്ളിയാഴ്ചയാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ, കാരണം നമ്മളൊക്കെ മരണത്തെ പറ്റ വല്ല ചിന്തയും നമുക്കുണ്ട് മുഅ്മിനീങ്ങളെ. നമുക്ക് നാളത്തെ പ്ലാന് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എവിടൊക്കെ പോകണം, നാളെ ഏതൊക്കെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ വിഷയങ്ങളിൽ ഇടപെടണം,
നമ്മുടെ സാമ്പത്തികമായ, സാമൂഹികമായ, വൈജ്ഞാനിക മേഖലകളിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ നമുക്ക് മരണം വരാനുണ്ടെന്നൊരു ചിന്ത നമ്മുടെ കൽബിൽ നിന്ന് പോയി പോകുമ്പോഴാണല്ലോ നമ്മളൊരു ഭൗതിക ജീവിതയായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത്. ഓർക്കണം, മരണം നമ്മുടെ പിന്നാലെയുണ്ട് മുഅ്മിനീങ്ങളെ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ചയാണ് ഉസ്താദ് എനിക്ക് റബീഉൽ അവ്വലിൽ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വെള്ളിയാഴ്ച മരിക്കണം എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു തആല അത് സാധിപ്പിച്ചു തരട്ടെ. പക്ഷെ അടുത്ത വെള്ളിയാഴ്ച വേണ്ട, ഇനിയും വെള്ളിയാഴ്ച ധാരാളം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച അപ്പോൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഭൗതികമായ സാമ്പത്തിക താല്പര്യങ്ങളെ പിന്നാലെ ഓടുന്നതിനിടയിലും, നമ്മളൊക്കെ ഭൗതികമായ താല്പര്യങ്ങളെ പിന്നാലെ പോകുന്നതിനിടയിലും മരിക്കാൻ ആഗ്രഹിച്ച് കൊതിച്ച് നല്ലൊരു ദിവസവും കാത്തിരിക്കുന്ന നല്ല മഹാന്മാർ, നല്ല ആളുകൾ നമ്മളെ ചുറ്റിലുമുണ്ട് മുഅ്മിനീങ്ങളെ. നമ്മളത് ഓർക്കണം, നമ്മളവരെ മാതൃകയാക്കണം. മരിക്കണമെന്ന ചിന്ത വേണം. ഖാലിഖായ റബ്ബ് നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രായമുള്ള ആളുകൾ, ചെറിയ മക്കൾ, അവരാണ് നമ്മുടെ കാവൽ. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തും ബിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. മഹാന്മാര് പറഞ്ഞില്ലേ, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ, ഖാലിഖായ റബ്ബിന് സുജൂദ് ചെയ്യുന്ന, നിസ്കരിക്കുന്ന പ്രായമുള്ള ആളുകൾ ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, പ്രായമുള്ള ആളുകൾ നമ്മുടെ മുന്നിലും നമ്മുടെ വീട്ടിലും നമ്മുടെ മഹല്ലത്തിലും നമ്മുടെ പരിസരങ്ങളിലും ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സുബ്ബാലൈക്കുമുൽ അദാബ്, വലിയ അദാബ് നിങ്ങൾക്ക് വരാനുണ്ട്. വസ്ബിയത്തും മീനൽ യതാമാ റുത്തഉ, അതുപോലെ പാല് കുടിക്കുന്ന ചെറിയ പിഞ്ചുമക്കള് ഉമ്മമാരുടെ ഒക്കത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ദോഷമെന്തെന്നവരറിയില്ല. ഈ ഭൗതിക ലോകത്തെ ഭൗതിക താല്പര്യങ്ങൾ അവർക്കില്ല. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവര് നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ അദാബ് വരാത്തത്. വമുഹ്മലാത്തും ബിൽ ഫലാത്തി റുത്തഉ, നമ്മൾ ആ പാടത്തേക്കൊന്നങ്ങ് ഇറങ്ങിയാൽ എത്ര നാൽക്കാലികളാണ് അവരെങ്ങനെ തിന്ന് നടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? മേഞ്ഞ് തിന്ന് നടക്കുന്നത് കണ്ടിട്ടില്ലേ? നാൽക്കാലികളായ ജീവികൾ. അവർക്ക് ശരീഅത്തില്ല, അവർക്ക് ഹഖീഖത്തില്ല, ത്വരീഖത്തില്ല, അവർക്ക് യാതൊന്നുമില്ല. ഈ ഭൗതിക ലോകത്ത് അവർ കിട്ടുന്നത് ഭക്ഷിച്ച് നടക്കുകയാണ്. അത്തരം നാൽക്കാലികൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു നമ്മുടെ പേക്കൂത്തുകൾ കണ്ടിട്ടും അദാബ് ഇറക്കാതെ ഖാലിഖായ റബ്ബ് നമുക്ക് സംരക്ഷണം നൽകുന്നത് എന്തുകൊണ്ടാണ്? ഈ പാവപ്പെട്ട പ്രായമുള്ള ആളുകളെ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഈ ചെറിയ പിഞ്ചു മക്കളുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സുബ്ബാ അലൈക്കുമുൽ അദാബുൽ ഔജഉ, വലിയ അദാബ് നിങ്ങൾക്ക് വരേണ്ടതാണ്. ഖാലിഖായ റബ്ബ് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഖാലിഖായ റബ്ബ് നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്ക് ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ കരയാൻ, റബ്ബിലേക്ക് തളർറു ചെയ്യാൻ, അവനിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് ഓർമ്മയില്ലേ? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റസൂലുള്ളാഹിന്റെ റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രമല്ല നമ്മൾ മുത്തുനബിയെ അനുസ്മരിക്കുന്നത്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തുന്നത്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നത് റബീഉൽ അവ്വലിൽ മാത്രമല്ല. എൻ്റെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരായ സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കണം. പലരും നമ്മളെ സംശയിപ്പിക്കും, എന്തിനാ റബീഉൽ അവ്വൽ വരുമ്പോ ഇങ്ങനെ കൊട്ടിപ്പാടുന്നത് ചോദിക്കാറുണ്ട്. അറിവില്ലാത്തവർ, ഹബീബായ നബി തങ്ങൾ അറിയാത്തവർ. പക്ഷേ അവരോട് പറയണം, എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്നത് മോനെ എന്തിനാ?
എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണ് മുഅ്മിനീങ്ങളെ? ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഫീഹി വുലിത്തു, അന്നാണ് എൻ്റെ ജന്മദിനം. മുഅ്മിനീങ്ങളെ, വെള്ളിയ തിങ്കളാഴ്ച രാവിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. അതിൻ്റെ അനുസ്മരണമാണ്, അതിൻ്റെ നന്ദി പ്രകടനമാണ് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റബീഉൽ അവ്വലിൽ മാത്രമാണ് ഇതെന്ന് ആരും കരുതേണ്ടതില്ല. എല്ലാ ദിവസവും നബി തങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും ഹബീബായ നബി തങ്ങൾ നമ്മുടെ ഖൽബിലുണ്ടാവേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ ഓർത്തു നോക്കൂ, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ ഏറ്റവും പവിത്രമായതല്ലേ നിസ്കാരം. ആ നിസ്കാരത്തിൽ ഹബീബായ നബി തങ്ങളെ പറയാതെ, ആ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയാതെ, ആ റസൂലുള്ളാഹി തങ്ങളെ ഖൽബിൽ ഹാജരാക്കാതെ നിസ്കാരം ഒരിക്കലും സ്വഹീഹല്ല. ഇതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സുഹൃത്തെ, റബീഉൽ അവ്വൽ മാത്രമല്ല, ഒരു റബീഉൽ അവ്വൽ മാത്രമല്ല, നിസ്കരിക്കുന്ന ഓരോ നിസ്കാരങ്ങളിലും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിൽ കൊണ്ടുവരാതെ, ആ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയാതെ നിന്റെ ഒരൊറ്റ നിസ്കാരവും സ്വഹീഹല്ല. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത് മുഅ്മിനീങ്ങളെ. പിന്നെ എവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ മാറി നിൽക്കുന്ന സന്ദർഭം? എവിടെ? ഏത് റബീഉൽ അവ്വൽ, ഏത് റബീഉൽ ആഖിർ? എല്ലാ മാസവും ഹബീബായ നബി തങ്ങൾ അനുസ്മരണമല്ലേ? എല്ലാ സമയത്തും റസൂലുള്ളാഹിന്റെ അനുസ്മരണമല്ലേ? അല്ലാഹു പറഞ്ഞില്ലേ, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. നബിയേ, എൻ്റെ പേര് പറയുന്നിടത്ത് ഖാലിഖായ റബ്ബിന്റെ നാമം എവിടെയെല്ലാം പറയുന്നുണ്ടോ അവിടൊക്കെ ഹബീബായ നബി തങ്ങളെ പേര് പറയാതെ പോകുന്ന പ്രശ്നമില്ല. ഉസ്താദ് പള്ളിയിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹായി ആരാധനക്കർഹൻ മറ്റൊരു ഇലാഹില്ലെന്ന് പറയുമ്പോ അവിടെ നിർത്തുന്നില്ല. ഉടനെ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാങ്കിൽ അള്ളാഹുവിന്റെ പേര് പറയുന്ന ഉടനെ കടന്നു വരുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എവിടെയാണ് മുഅ്മിനീങ്ങളെ? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിത്തറ തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഖാലിഖായി ഇബാദത്തിന് അർഹതപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളത് അല്ലാഹു തആലയാണ്. ഇതാണ് തൗഹീദിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്. തൗഹീദ് അല്ലേ? തൗഹീദാണ്. പക്ഷെ ഈ തൗഹീദ്, അല്ലാഹു ഏകനാണെന്ന പ്രഖ്യാപനം, ആ പാഠം ആരാ പഠിപ്പിച്ചു തരുന്നത്? അത് അല്ലാഹു തആലയല്ല, അത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അടിസ്ഥാന ശിലയായ തൗഹീദിന്റെ പാഠം ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഖുൽ, നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. നബിയേ, അല്ലാഹുവിന് പറയായിരുന്നില്ലേ അനല്ലാഹു അഹദ് അല്ലേ? അനല്ലാഹു അഹദ്, ഞാനാണ് ഏകൻ, ഞാൻ അല്ലാഹു ആണെന്ന് അല്ലാഹു തആലക്ക് പറയാം. പക്ഷെ അല്ലാഹു തആല പറഞ്ഞില്ല. ഖുൽ, നോക്കൂ നിങ്ങൾ, ഖുൽ ആര് പറയണം? ഹബീബായ നബി തങ്ങൾ പറയണം. എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായത്? മുത്തുനബി പഠിപ്പിക്കാത്ത ഒരു തൗഹീദുമായി ഒരാളും ഇവിടെ വരേണ്ടതില്ല. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറയാത്ത, പഠിപ്പിക്കാത്ത ഒരു തൗഹീദും ഇവിടെ ആവശ്യമില്ല. ഖുൽ, നബിയേ ഞാൻ ഒരുവനാണെന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്, എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തല്ലേ ഇത്? ചെറിയ മക്കൾക്ക് പോലും അറിയുന്ന സൂറത്തല്ലേ? ഖുൽ, അങ്ങനെ ഒരു പദം അവിടെ ഇല്ലേ മുഅ്മിനീങ്ങളെ? ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹുവല്ലാഹു അഹദ്, അല്ലാഹു ആണ് ഏകൻ. നോക്കൂ, അല്ലാഹു ഒരുവനാണെന്ന തൗഹീദിന്റെ അചഞ്ചലമായ വിശ്വാസം അത് പറയാൻ അല്ലാഹു ഏൽപ്പിക്കുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എത്ര സംഭവങ്ങളാണ്! ഇസ്ലാമിന്റെ അടിത്തറ പരിശോധിച്ച് നോക്കിയാൽ
ഹബീബായ നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ പവിത്രതയല്ലേ. പള്ളിയിൽ മൗലിദിന്റെ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, പലപ്പോഴും ഉണർത്തിയതാണ്. ലോകത്ത് ഏറ്റവും പോരിശയുള്ള വെള്ളം ഏതാണ്? ഏറ്റവും പോരിശയുള്ള വെള്ളം നമ്മൾ മനസ്സിലാക്കിയ വെള്ളം ഏതാണ്? ഹൗലുൽ കൗസർ അല്ലേ? വലിയ പവറുള്ള, വലിയ പ്രാധാന്യമുള്ള റസൂലുള്ളാഹി തങ്ങൾക്ക് ആഖിറത്തിൽ അള്ളാഹു സമ്മാനിക്കുന്ന ഒരു സമ്മാനമാണ് ഹൗലുൽ കൗസർ എന്ന് പറയുന്നത്. ഒരു വട്ടം അതിൽ നിന്ന് കുടിച്ചാൽ ലാ യളമഉ ബഅദഹു അബദാ, പിന്നീട് ദാഹിക്കുന്ന പ്രശ്നമില്ല. അത്രയും വലിയൊരു തടാകം, വെള്ളത്തിന്റെ തടാകമാണ് ഹൗലുൽ കൗസർ എന്ന് പറയുന്നത്. അതാർക്ക് വേണ്ടി സമ്മാനിച്ചതാണ്, സംവിധാനിച്ചതാണ്? ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി. ഈ വെള്ളം വലിയ പവറുള്ള വെള്ളമാണ്. അതേപോലെ നമ്മളൊക്കെ ഉംറക്ക് പോകുന്നവരാണ്, ഹജ്ജിന് യാത്ര പോകുന്നവരാണ്. എത്രയോ മുഅ്മിനീങ്ങൾ ഹജ്ജിന് യാത്ര ഉദ്ദേശിച്ചുള്ളവര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ ആ പുണ്യഭൂമികളെ സന്ദർശിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി തങ്ങളോട് ധാരാളം സലാം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഹജ്ജ് ഉംറ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോ കൊണ്ടുവരുന്ന ഒരു വലിയ സമ്മാനമാണ് എന്താ കൊണ്ടുവരിക? സംസം വെള്ളം. നമ്മളെ അബ്ബാസ്ക്കാണ് മറുപടി പറഞ്ഞു. അബ്ബാസ്ക നമ്മളിവിടുത്തെ ആളാണ്, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. റാഫി പറഞ്ഞപ്പോഴാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ചെറിയ കാലിന് പ്രയാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ ധാരാളം മുഅ്മിനീങ്ങൾ അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തിനെയും സിഹത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ സന്തോഷത്തോടെ ദീർഘകാലം കാണാൻ, ഇരിക്കാൻ, കേൾക്കാൻ അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഹജ്ജ് കഴിഞ്ഞാൽ, ഉംറ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് സമ്മാനമായി നമ്മൾ കൊണ്ടുവരുന്ന ഒരു വിശുദ്ധമായ വെള്ളമാണ് ഏത്? മാഉ സംസം അല്ലേ? എല്ലാവർക്കും അറിയാം, വലിയ മഹത്വമാണത്, വലിയ മഹത്വമുള്ളതാണ്. എനിക്കെന്നെ ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി. കണ്ണിനൊരു വലിയ പ്രയാസം വന്ന് പള്ളിയിലായിരുന്നപ്പോ തുടങ്ങിയതാണ്. നാട്ടിൽ പോയപ്പോൾ അത് മാറുന്നില്ല. വീട്ടിൽ നിന്ന് പല മരുന്നൊക്കെ നോക്കി. അങ്ങനെ ഉമ്മയെ കാണാൻ പോയപ്പോ ഉമ്മയുടെ കയ്യിൽ എന്തുണ്ട്? സംസമുണ്ട്. നമ്മൾ അത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല. ഉമ്മ കണ്ണിന് വയ്യാന്ന് പറഞ്ഞപ്പോ ഇതിനെന്ത് ചെയ്തു? ഒരു ചെറിയ ആ കുപ്പിയുടെ മൂടിയില് വെള്ളം അല്പം കണ്ണിൽ ഒഴിച്ചു തന്ന്, അല്പം കുടിക്കാനും തന്നു. തലയിക്കെട്ടും എല്ലാം ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഉമ്മമാർക്കാണ് ഏറ്റവും വലിയ വിവരമുള്ളത്. നമ്മൾ അവരിൽ നിന്ന് പഠിച്ചവരല്ലേ. അപ്പൊ നമ്മൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു? ആ വെള്ളം കണ്ണിൽ ഒഴിച്ചു തന്നു. അൽഹംദുലില്ലാ. പിന്നെ അത് വന്നിട്ടില്ല. ആ ഉമ്മാന്റെ മഹത്വമുണ്ട്, അതിന് ആ സംസമിന്റെയും വലിയ മഹത്വമുണ്ട്. എന്നിട്ട് കുപ്പിയിലാക്കി കുറച്ച് തന്നു. ഇനി പെരയെ പോയിട്ട് എന്ത് ചെയ്തോള്? പെണ്ണിനോട് പറഞ്ഞിട്ട് വെള്ളം കണ്ണിലിറ്റിക്കാൻ വേണ്ടി കുറച്ച് തരികയും ചെയ്തു. അപ്പൊ സംസം ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും? കണ്ണിന് അസുഖമാണെങ്കിൽ അടുത്ത ഡോക്ടറെ ബുക്ക് ചെയ്തു. കാലുവേദന, അടുത്ത ഡോക്ടറെ ബുക്ക് ചെയ്തു. മുഅ്മിനീങ്ങളെ, അത് ഒരു കാരണമാണ്, അതേപോലെ ഒരു നിമിത്തമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. മഹാന്മാരുമായി ബന്ധപ്പെട്ടത് നേർച്ച ചെയ്യുക. അതുപോലെ സംസം വെള്ളം കുടിച്ച് മാഉ സംസം ലിമാ ശുരിബ ലഹു പറഞ്ഞില്ലേ? മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം എന്തിനാണോ കുടിച്ചത് അതിനുള്ളതാണ്. എന്ത് വിഷയം കരുതിയാണോ അതുള്ളതാണ് മാഉ സംസം. പക്ഷെ ആ വിശ്വാസങ്ങളെല്ലാം പതിയെ പതിയെ നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മളൊരു ഭൗതിക ജീവിയായി മാത്രം അധപ്പതിക്കുകയാണ്. ആത്മീയതയുടെ പച്ചപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ വരുന്നു എന്ന വിവരമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ഹൗലുൽ കൗസറിനേക്കാൾ, ഈ മാഉ സംസമിനേക്കാൾ, എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ മഹത്വമുള്ളത് ഏത് വെള്ളത്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ആസാബിൻ നബിയിൽ മുത്തബഅ. ഏറ്റവും പവിത്രമായ വെള്ളം
ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കരങ്ങളിൽ നിന്ന് വിരലുകൾക്കിടയിൽ നിന്ന് നിർഗളിച്ച വിശുദ്ധമായ വെള്ളമുണ്ട്. ആ വെള്ളത്തിനാണ് ഏറ്റവും ലോകത്ത് ഒന്നാം സ്ഥാനമുള്ളത്. ഏതിനല്ല? ഹൗദുൽ കൗസറിനല്ല, മാഉ സംസമിനല്ല. അതിന് പവിത്രതയില്ല എന്നല്ല, പക്ഷെ അതിനേക്കാളേറെ മഹത്വം ഹബീബായ നബി തങ്ങൾ തന്റെ കൈവിരലുകൾ ഒരിക്കൽ പാത്രത്തിൽ വെച്ച സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു യുദ്ധസമയമാണ്, വെള്ളമില്ല, കിണറുകളിൽ വെള്ളമില്ല, എല്ലാ നിലക്കും ദാഹിച്ചാവശ്യമായ സമയത്ത് സ്വഹാബത്ത് വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ വിശുദ്ധമായ കരങ്ങൾ തന്റെ മുന്നിലുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ കൈവച്ചപ്പോ ആ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം, ശുദ്ധമായ വെള്ളം നിർഗളിക്കുകയാണ്. ആ വെള്ളത്തിനാണ് ഏതിനേക്കാൾ, മാഉ സംസമിനേക്കാൾ സ്ഥാനമെന്ന് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിനാണ് ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. ഏറ്റവും ശുദ്ധമായ വിശുദ്ധമായ മണ്ണ് ഏതാണ്? നമ്മുടെ മുതുവമ്മൽ മഹല്ലിലെ മണ്ണാണോ? അല്ലെങ്കിൽ എന്റെ നാട്ടിലെ മണ്ണാണോ? അല്ല മുഅ്മിനീങ്ങളെ, കേരളത്തിലേതല്ല, അല്ലെങ്കിൽ മറ്റു രാജ്യത്തേതൊന്നുമല്ല. പിന്നെ ഏതാണ്? ഹബീബായ നബി തങ്ങൾ കിടന്നുറങ്ങുന്ന ആ റൗള ശരീഫുള്ള മണ്ണാണ് ഏറ്റവും വിശുദ്ധമായ മണ്ണ്. മഹാദിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ ആ മണ്ണെടുത്ത് ചുംബിച്ചിട്ട് പറഞ്ഞില്ലേ, മദാലമൻ ശബ്ബതുറുബത അഹ്മദി അല്ലാ യശമ്മ മദസ്സമാനി ഗവാലിയാ. ഹബീബായ നബി തങ്ങൾ വിട പറഞ്ഞതിന്റെ ശേഷം ആ മദീനത്തെ മണ്ണൽപ്പം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അത് വാസനിച്ചിട്ട് മഹദിയായ ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാ യശമ്മ മദസ്സമാനി ഗവാലിയാ. ലോകത്തെ ഏറ്റവും വിലപ്പെട്ട സുഗന്ധം ഏതാണോ അതിലേറെ സുഗന്ധമാണ് ഹബീബായ നബി തങ്ങൾ ഈ കിടക്കുന്ന മണ്ണിന് എന്ന് മഹദിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ പറയാണ്. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ കിടക്കുന്ന മണ്ണിന്റെ പവിത്രത ഇതാണെങ്കിൽ, റസൂലുള്ളാഹിന്റെ കരങ്ങളിലൂടെ വന്ന വെള്ളത്തിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ, ആ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്, ആ റസൂലുള്ളാഹിന്റെ ദാത്തു ശരീഫിന് എത്ര മഹത്വമാണ് നമുക്ക് ചിന്തിച്ചാൽ എത്താൻ കഴിയുമോ? ഇല്ല, ഇല്ല. ആ റൗള ശരീഫ് ഏറ്റവും നല്ല ഭൂമിയല്ലേ? മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ, സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ് ഹബീബായ നബി തങ്ങൾ കിടക്കുന്ന ആ മിമ്പറിന്റെയും റൗളയിലെയും ഇടയിലുള്ള സ്ഥലം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, സിഹത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നസീഹത്ത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഇനി നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ ഇന്ന് സാധാരണ നമ്മുടെ സദസ്സ് സ്റ്റേജിൽ ഫുത്തു നടക്കുമ്പോൾ വയല് പറയാനൊരു ഉസ്താദ് ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് വയലിനും നസീഹത്തിനും ദുആയിനൊക്കെ നമ്മൾ സയ്യിദ് അവറുകളെയാണ് മനസ്സിൽ കരുതിയത്. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകളുടെ താല്പര്യം പോലെ നമുക്ക് നസീഹത്തും മറ്റൊക്കെ നമുക്ക് ചെയ്തു തരും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.
ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് തങ്ങളെ അറിവിലേക്കായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ പള്ളിയിൽ മഹത്തായ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട്, മറ്റ് സദസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ 3 മാസത്തിലൊരിക്കൽ താജീലുൽ ഫുതൂഹ് അത് 3 മാസം വിപുലമായി ഇവിടെ വെച്ച് നടത്താറുള്ളതാണ്. അതിൻ്റെ 4ാമത്തെ മജ്ലിസിലാണ് ഇവിടെ ഉള്ളത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട കഴിഞ്ഞ മജ്ലിസിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ തന്നെ സഹോദരൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളാണ് നമുക്ക് നേതൃത്വം നൽകിയത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ മജ്ലിസിൽ ഇങ്ങനെ ഈ മുകളിൽ കാണുന്ന എല്ലാവർക്കും സയ്യിദങ്ങൾക്ക് കാണാൻ കഴിയും. ഷീറ്റ് വർക്ക് നമ്മൾ കഴിഞ്ഞ മജ്ലിസിലാണ് അത് പ്രഖ്യാപിച്ചത്. തങ്ങളവറുകൾ അന്ന് ഒരല്പം കാശ് നമുക്ക് ആ സദസ്സിൽ നിന്ന് പിരിച്ചു നൽകി. ബാക്കി അൽഹംദുലില്ലാ നമ്മുടെ നാട്ടുകാരും അയൽവാസികളും പരിസര മഹല്ലുകളിലുള്ളവരും വിശിഷ്ട പ്രവാസികളും എല്ലാവരും ഒത്തൊരുമയോടെ നിന്നപ്പോൾ നമുക്കിതിൻ്റെ 1ാം ഘട്ടം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ബിൽഡിങ്, ഈ മദ്രസ ബിൽഡിങ്ങിന് കൂടി ഷീറ്റ് ഇടാൻ, അങ്ങോട്ട് ബാക്കിലേക്ക് ഷീറ്റ് ഇടാൻ ബാക്കിയുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇറക്കി എന്ന് പറയുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിൽ ആ മെറ്റീരിയൽ നമ്മൾ വാങ്ങിയത് കടായിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന 1-2 ആളുകളിൽ നിന്നും അല്പം കാശ് കടം വാങ്ങിയിട്ടാണ് നമ്മൾ ഇതിപ്പോൾ തൽക്കാലം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഒരു ചെറിയ ബാധ്യത അതിലുണ്ട്. അതുപോലെ തന്നെ ഈ മദ്രസ ബിൽഡിങ്ങുമായി ചേർന്ന് ഇവിടെ ഒരു ഓഫീസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ചെറിയ ഒരു റൂമാണ്. അപ്പൊ സ്വാഭാവികമായും മെയിൻ റോഡ് വക്കായതുകൊണ്ട് സ്ത്രീകളും മറ്റൊക്കെ യാത്രക്കാരായ പലരും നിസ്കരിക്കാൻ സൗകര്യത്തിന് ഇവിടെ കയറുമ്പോൾ നമുക്ക് ഓഫീസ് മറ്റൊന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് പഴയ കാലഘട്ടങ്ങൾ പോലെയല്ല, നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളും എല്ലാം സൗകര്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പള്ളിയും അനുബന്ധ വിഷയങ്ങളും സൗകര്യപ്പെടുത്താതെ അല്ലെങ്കിൽ ദീനിന്റെ ചിഹ്നങ്ങൾ ഇവിടെ വിശാലമാക്കപ്പെടാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പൊ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിനോട് ചേർന്നുകൊണ്ട്, ഈ ഡ്രസ് വർക്കിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ഓഫീസ് ഇവിടെ നിർമ്മിക്കാനും അതിന്റെ മുകളിൽ പഴയ മദ്രസയോട് ചേർന്ന് ഒരു ഹാളാക്കി രൂപപ്പെടുത്താനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നമുക്ക് നേതൃത്വം നൽകുന്നതിന്, നസീഹത്ത് ചെയ്യുന്നതിന് ആദരവോടെ ക്ഷണിച്ച് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അൽഹംദുലില്ലാ, ഞാൻ തിരൂര് വൈലത്തൂര് ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതേപോലെ അവിടെ തൈജീൽ ഫുതൂഹ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഒരു മദ്രസ ആവശ്യമായി വന്നപ്പോൾ സയ്യിദ് അവറുകൾ വന്ന് അവിടെ അതിനുള്ള എല്ലാ സംവിധാനവും ചെയ്തു തന്ന് തങ്ങളുടെ മദ്രസ ഇതിന്റെ കൂട്ടത്തിൽ അത് ഏറ്റെടുത്ത് നമുക്ക് ചെയ്തു തന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. അല്ലാഹു തആല അവർക്ക് അവരുടെ ദീനി സേവനങ്ങൾ, ഖിദ്മാത്തുകൾ എല്ലാം അല്ലാഹു കബൂൽ ചെയ്ത് ദീർഘകാലം ഈ ഉമ്മത്തിന് സേവനം ചെയ്യാനുള്ള ആഫിയത്തും ഹിമ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ എല്ലാ ആദരവുകളോടും ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.